പാലാ പൊൻകുന്നം വലിയ പാലത്തിന് കീഴിലുള്ള അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി പരാതിക്കാരനായ അജി മാർക്കോസ് പാലാ നഗരസഭ കാര്യാലയത്തിന് മുൻപിൽ നടത്തിയ നിരാഹാര സമരം അവസാനിപ്പിച്ചു. വിഷയത്തിൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. പാലാ നഗരസഭ അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിയമ നടപടികൾ വേഗത്തിലാക്കി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സമരത്തിന്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും നാട്ടുകാരും അജി മാർക്കോസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. രാവിലെ 9 മണിക്കാണ് അജി മാർക്കോസ് സമരം ആരംഭിച്ചത്. അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും ഭാഗികമായി മാത്രം നടപടികൾ സ്വീകരിച്ചതുകൊണ്ട് കയ്യേറ്റ ഭീഷണി തുടരുകയാണെന്നും ചൂണ്ടിക്കാട്ടി ബങ്ക് പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടാണ് അജി മാർക്കോസ് തിങ്കളാഴ്ച നിരാഹാര സത്യാഗ്രഹം നടത്തിയത്. അനധികൃത കെട്ടിടം പൊതുസുരക്ഷയ്ക്കും ഗതാഗതത്തിനും ഭീഷണിയാണെന്ന് അജി മാർക്കോസ് പരാതിപ്പെട്ടിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഇന്ന് പ്രഖ്യാപിച്ച സമരത്തിൻ്റെ 2ാം ഭാഗം രാവിലെ മുതൽ നിരാഹാരമായിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയർപേഴ്സൻ്റെ ക്യാബിനിൽ നഗരസഭ ഉദ്യോഗസ്ഥർ, സെക്രട്ടറി, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, PWD, ഹെൽത്ത്, കൗൺസിലർമാർ ഒരു ചർച്ച ചെയ്യുകയുണ്ടായി. ജോയിച്ചേട്ടൻ്റെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച ചെയ്യുകയുണ്ടായത്. അത് 18-ാം തീയതി, അതായത് മിനിഞ്ഞാന്ന് ഇവർ ഫൈനൽ കൺഫർമേഷൻ നോട്ടീസ് നൽകുകയുണ്ടായി. അതായത് ലാസ്റ്റ് നോട്ടീസാണ്. ഈ നോട്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നഗരസഭയ്ക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത നടപടി എന്ന് പറഞ്ഞാൽ ആ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയ ബിൽഡിങ് അവിടെ നിന്ന് പൊളിച്ചു മാറ്റുക എന്നുള്ള ഒരു നടപടി മാത്രമേ ഇനി നഗരസഭയ്ക്ക് ചെയ്യാനുള്ളൂ. ഒരു ഹിയറിങ് അതിൻ്റെ ഇടയിൽ ഈ നോട്ടീസിൻ്റെ കാലാവധി ഏകദേശം ഓഗസ്റ്റ് ഒരു 3-ാം തീയതി 4-ാം തീയതിയോട് കൂടി തീരുന്നതാണ്. അപ്പോൾ ഓഗസ്റ്റ് 5-ാം തീയതി അവർ അടുത്ത ഒരു എന്താ പറയുക ഹിയറിങ്ങിന് ഒരു നോട്ടീസും കൂടി നൽകുന്നുണ്ട്. അതായത് അതിൻ്റെ കാലാവധി ഒരു 7 ദിവസമാണെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളോട് ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഓഗസ്റ്റ് 5-ാം തീയതി ഈ നോട്ടീസിൻ്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് ഓഗസ്റ്റ് 5-ാം തീയതി അടുത്ത ഒരു ഹിയറിങ്ങിനുള്ള നോട്ടീസ് നൽകും. അപ്പോൾ അതിൻ്റെ ഒരു ഇതെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു 15-ാം തീയതിയോട് കൂടി, ഓഗസ്റ്റ് 15-ാം തീയതിയോട് കൂടി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തീർന്ന് ഒരു ഓഗസ്റ്റ് 20-ാം തീയതി ഇത് പൊളിച്ചു മാറ്റുന്നതാണെന്ന് അധികാരികൾ ചെയർപേഴ്സൻ്റെ ചേംബറിൽ വെച്ച് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സത്യാഗ്രഹം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വിഷയത്തിൽ നിയമാനുസൃത നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. i4A ന്യൂസ്, പാലാ.